ന്യൂനപക്ഷങ്ങളുടെ അവകാശം, കാർഷിക മേഖല നേരിടുന്ന പ്രതിസന്ധി തുടങ്ങിയ വിഷയങ്ങൾ ഉന്നയിച്ചും ജസ്റ്റിസ് JB കോശി കമ്മീഷൻ റിപ്പോർട്ട് പുറത്തുവിടണമെന്ന് ആവശ്യപ്പെട്ടും താമരശ്ശേരി രൂപത കത്തോലിക്ക കോൺഗ്രസിന്റെ നേതൃത്വത്തിലുള്ള അവകാശ പ്രഖ്യാപന റാലിയിൽ വനംവകുപ്പിനും സർക്കാരിനുമെതിരെ രൂക്ഷ വിമർശനം. പോരാട്ടത്തിന്റെ പോർമുഖത്താണ് ക്രൈസ്തവ സമുദായമുള്ളതെന്ന് താമരശ്ശേരി രൂപത ബിഷപ്പ് മാർ റെമിജിയോസ് ഇൻസനാനിയിൽ പറഞ്ഞു. അതേസമയം മെത്രാൻമാരുടെ പ്രസ്താവനയ്ക്ക് മറുപടിയുമായി AK ശശീന്ദ്രനും രംഗത്തെത്തി. ശനിയാഴ്ച കോഴിക്കോട് മുതലക്കുളം മൈതാനിയിൽ നടന്ന സമ്മേളനം തലശ്ശേരി അതിരൂപത ബിഷപ്പ് മാർ ജോസഫ് പാംപ്ലാനി ഉദ്ഘാടനം ചെയ്തു. സമ്മേളനത്തിൽ താമരശ്ശേരി ബിഷപ്പ് മാർ റെമിജിയോസ് ഇൻസിനാനിയിൽ മുഖ്യപ്രഭാഷണം നടത്തി. നമ്മുടെ വീട്ടിൽ പന്നിയിറച്ചിയുണ്ടോ എന്ന് ഒരു വനപാലകനും വീട്ടിൽ കയറി പരിശോധിക്കരുത്. അങ്ങനെ കയറാൻ ഒരു വനപാലകനെയും അനുവദിക്കരുത്. വനപാലകർക്കുള്ള മുന്നറിയിപ്പാണ് ഈ സമ്മേളനം. ആസിയാൻ കരാർ തിരുത്താൻ സർക്കാർ തയ്യാറാവണം. അതിനുശേഷമാണ് കാർഷിക മേഖല തകർന്നതെന്നും അദ്ദേഹം പറഞ്ഞു. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനെ കരാറുകൾ പൊളിച്ചെഴുതാമെങ്കിൽ എന്തുകൊണ്ട് ഇവിടെ പറ്റില്ലെന്നും മാർ റെമിജിയോസ് ഇൻസിനാനിയിൽ ആരാഞ്ഞു. ഇത് സർക്കാരിനോട് പോരാടാനുള്ള സമയമാണ്. വനം മന്ത്രിക്ക് കണ്ണില്ലെന്നും ആരോ എഴുതുന്ന നിയമങ്ങളിൽ മന്ത്രി ഒപ്പിട്ട് നൽകുകയാണെന്നും അദ്ദേഹം വിമർശിച്ചു. കഴിവില്ലെങ്കിൽ വനംവകുപ്പ് മന്ത്രി രാജിവെക്കണം. ഇനി ഒരു മനുഷ്യനും ഇവിടെ ആനക്കുത്തി മരിക്കരുത്. JB കോശി കമ്മീഷൻ റിപ്പോർട്ട് എന്തിനെ സർക്കാർ പൂഴ്ത്തിവെക്കുന്നുവെന്ന് മുഖ്യമന്ത്രി പറയണം. ഞങ്ങളുടെ അവകാശങ്ങൾ അംഗീകരിച്ചു തരികയാണെങ്കിൽ ഒരു പുതിയ രാഷ്ട്രീയ പാർട്ടിയുടെയും ആവശ്യമില്ലെന്ന് ബിഷപ്പ് മാർ റെമിജിയോസ് ഇൻസിനാനിയിൽ കൂട്ടിച്ചേർത്തു. അത് സാധിച്ചു തരുന്നില്ലെങ്കിൽ പുതിയ പാർട്ടിയെക്കുറിച്ച് ചിന്തിക്കേണ്ടി വരും. ഞങ്ങൾ കമ്മ്യൂണിസ്റ്റുകൾക്കെതിരാണ്. കാരണം അവർ ദൈവമില്ലെന്ന് പറയുന്നവരാണ്. അത് വിചാരിച്ച് ഞങ്ങൾ മുഖ്യമന്ത്രിയെ പിന്തുണയ്ക്കാതിരിക്കുന്നില്ല. മോദി ഞങ്ങൾക്കു വേണ്ടി കാര്യങ്ങൾ ചെയ്യുമ്പോൾ ഞങ്ങൾ അദ്ദേഹത്തെയും പിന്തുണയ്ക്കുന്നു. കേരളത്തിലെ മുഖ്യമന്ത്രിയെ പിന്തുണയ്ക്കുന്ന പോലെ തന്നെയാണ് നരേന്ദ്രമോദിയെയും പിന്തുണയ്ക്കുന്നത്. പുതിയ ബില്ല് കൊണ്ട് മുനമ്പം നിവാസികളുടെ ആവശ്യം സംരക്ഷിക്കപ്പെടുമോ എന്നത് പഠിക്കേണ്ട വിഷയമാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. മണ്ണിനോടും മലമ്പാമ്പിനോടും കാട്ടുമൃഗങ്ങളോടും ധീരതയോടുകൂടെ പോരിട്ട് വിജയം വരിച്ച് ഏത് പ്രതിസന്ധിയിലും ദൈവത്തെ കൂട്ടുപിടിച്ച് മുന്നോട്ട് പോയ ഒരു സമൂഹം ഇന്ന് വലിയൊരു പ്രതിസന്ധിയുടെ മുൻപിലാണ്. ആ കാലഘട്ടത്തിൽ ഇവിടെ ശക്തിയോടുകൂടെ നമ്മെ നയിച്ച അഭിമന്യ ധീരനായ ധന്യനായ വള്ളോപ്പള്ളി പിതാവിനെ ഞാൻ അനുസ്മരിക്കുകയാണ്. കുടിയിറക്ക് പോലുള്ള ശക്തമായ ഭീഷണികള് നമ്മുടെ സമുദായം നേരിട്ടപ്പോൾ ആരുടെയും മുമ്പിൽ തലകുനിക്കാതെ ധീരതയോടുകൂടി വള്ളോപ്പള്ളി പിതാവിന്റെ നേതൃത്വത്തിൽ പോരാടിയ പോരാട്ടവീര്യമുള്ള ഒരു തലമുറ നമ്മുടെ മുമ്പിലുണ്ട്. പിന്നെ അടുത്ത തലമുറയായി നാം ആരുടെ മുമ്പിൽ കീഴടങ്ങും? ശക്തിയോടുകൂടെ നമുക്ക്, ധീരതയോടുകൂടെ നമുക്ക് ആ വെളിച്ചത്തിന്റെ പിന്നാലെ നമുക്ക് സഞ്ചരിക്കണം. അഭിമന്യം വള്ളോപ്പള്ളി പിതാവിന്റെ സാന്നിധ്യം ഇവിടെ ഉണ്ടെന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുകയാണ്. ധീരരായിരിക്കുക. ദൈവം നമ്മുടെ കൂടെയുണ്ട്. യോസഫ് പിതാവ് നമ്മുടെ കൂടെയുണ്ട്. ധൈര്യത്തോടുകൂടെ നീങ്ങുക. ആരുടെയും മുമ്പിൽ തലകുനിക്കേണ്ട ആവശ്യമില്ല. ജീവിക്കാനുള്ള അവകാശം നമുക്കുണ്ടെന്ന് പ്രഖ്യാപിക്കുക എന്ന് ഈ സമ്മേളന വേദിക്ക് പേര് നൽകിയത് നമുക്ക് ഏവർക്കും ബഹുമാന്യനും പ്രിയങ്കരനുമായിരുന്ന മോൺസിഞ്ഞോർ ആന്റണി കൊഴുവനാൽ അച്ഛനാണ്. അച്ഛന്റെ ദീപ്തമായ ഓർമ്മകള് നമുക്ക് ഈ മനസ്സിൽ സൂക്ഷിക്കുകയാണ്. നമ്മുടെ ഈ സമുദായത്തിന് കാലാകാലഘട്ടങ്ങളിൽ പ്രതിസന്ധി നേരിട്ടപ്പോൾ വളരെ ശക്തിയോടുകൂടെ നമുക്ക് നേതൃത്വം നൽകിയ വലിയൊരു വ്യക്തിത്വമായതുകൊണ്ട് തന്നെയാണ് അദ്ദേഹത്തിന്റെ പേര് ഈ സമ്മേളന നഗരത്തിന് നൽകാൻ തീരുമാനിച്ചത്. നമുക്ക് അദ്ദേഹം തകർന്നെന്ന ഒരു ഊർജമുണ്ട്, ഒരു ശക്തിയുണ്ട്. അത് നമ്മെ നയിക്കും. അത് നമുക്ക് കൂടുതൽ കരുത്തു പകരും. ഇത് നമുക്ക് ഈ കൂടിവരവ് ഒന്നുചേരല് ശക്തമായൊരു മുന്നറിയിപ്പ് സർക്കാരിനും ബന്ധപ്പെട്ടവർക്കും നാം നൽകുകയാണ്. നാം നേരിടുന്ന വലിയ പ്രതിസന്ധികൾ ഏതൊക്കെയാണെന്ന് ചാക്കോ സാർ ഇവിടെ സൂചിപ്പിച്ചു കഴിഞ്ഞു. പ്രിയപ്പെട്ടവരെ, നാം ഒരു കുടിയിറക്കിന്റെ മുനമ്പിലാണ് നിൽക്കുന്നത്. ഇപ്പോഴേ നാം കാർഷിക മേഖലയിൽ നിന്ന് കുടിയിറങ്ങിക്കഴിഞ്ഞു. ഒരു പരിധിവരെ കാർഷിക മേഖല നമ്മെ ശക്തിപ്പെടുത്തിയെങ്കിൽ ഇന്ന് സർക്കാർ നിയമങ്ങള്, വന്യമൃഗങ്ങളുടെ ആക്രമണങ്ങള് എല്ലാം നമ്മെ കീഴടക്കുന്നത് പോലെ നമുക്ക് തോന്നും. എന്നാൽ ആ ഒന്നിനും കീഴടങ്ങാതെ ധീരതയോടുകൂടെ നമുക്ക് പോരാടാൻ നമ്മോട് ആവശ്യപ്പെടുന്ന ഒരു കാലഘട്ടമാണിത്. സർക്കാരിന്റെ കണ്ണു തുറക്കേണ്ട ഒരു സമയം സർക്കാരിനോട് നാം ആവശ്യപ്പെടുകയാണ്. ബഫർ സോൺ, EWS, മറ്റ് ബഫർ സോൺ, അതുപോലെ ഗാഡ്ഗിൽ, കസ്തൂരിരംഗൻ റിപ്പോർട്ടുകൾ, ഇത്തരം റിപ്പോർട്ടുകളെല്ലാം തന്നെ
ഒരു വലിയ ഭീഷണിയായിട്ട് നിലനിന്ന കാലഘട്ടത്തിൽ നമ്മൾ ഒന്നു ചേർന്ന് ശക്തമായിട്ട് പോരാടിയതുകൊണ്ട് അതിനെല്ലാം തൽക്കാലത്തേക്കെങ്കിലും മാറ്റി നിർത്താൻ സാധിച്ചിട്ടുണ്ട്. നമുക്കതുപോലെ ഏറ്റവും ശക്തമായി നാം പോരാടേണ്ടത് ഈ വന്യമൃഗങ്ങളുടെ ആക്രമണത്തിനും കാർഷിക മേഖലയിലുള്ള വിലയിടിവിനുമാണ്. അതുകൊണ്ട് നമുക്ക് ആസിയാൻ കരാർ പോലെയുള്ള കരാറുകൾ പൊളിച്ചെഴുതുവാൻ ആവശ്യപ്പെടുന്ന ഒരവസരത്തിലാണ് നാം ഇവിടെ സമ്മേളിക്കുക. അമേരിക്കയിൽ മിസ്റ്റർ ട്രംപ് പ്രസിഡന്റ് ആയപ്പോൾ ആ രാജ്യത്തിന്റെ നന്മയ്ക്ക് വേണ്ടി കരാറുകളെല്ലാം പൊളിച്ചെഴുതാമെങ്കിൽ നമ്മുടെ ഈ കർഷകരുടെ നന്മയ്ക്ക് വേണ്ടി എന്തുകൊണ്ട് ആസിയാൻ കരാർ തിരുത്തിക്കൂടാ? നമ്മുടെ ഈ സമ്മേളനം ആവശ്യപ്പെടുകയാണ് ആസിയാൻ കരാർ തിരുത്തണം. ഗതികെട്ടതുകൊണ്ടാണ് സമരത്തിനിറങ്ങിയതെന്നും വെച്ചകാൽ പിന്നോട്ടെടുക്കില്ലെന്നും തലശ്ശേരി അതിരൂപത ബിഷപ്പ് മാർ ജോസഫ് പാംബ്ലാനി പറഞ്ഞു. ക്രൈസ്തവ സമുദായത്തിന് അർഹമായത് നൽകണം. ഒരു സമുദായം മാത്രം വളരുന്നതും മറ്റ് സമുദായങ്ങളുടെ അവകാശം കവരുന്നതും ശരിയല്ല. സഭാ നേതൃത്വം വഖഫ് ബില്ലിനെ പിന്തുണ നൽകാൻ എംപിമാരോട് പറഞ്ഞു. അത് അപരാധമായി ചിലർ ചിത്രീകരിക്കാൻ നോക്കി. ബിൽ സാമുദായിക വിഷയമല്ല, സാമൂഹിക നീതിയുടെ വിഷയമാണ്. സകല പൗരന്മാരുടെയും അവകാശം നടപ്പിലാക്കപ്പെടണം. സഭയ്ക്ക് വ്യക്തമായ നിലപാട് സ്വീകരിക്കാനുള്ള അവകാശമുണ്ട്. ക്രിസ്ത്യാനികൾ വഖഫിന്റെ പേരിൽ മാത്രമല്ല ഒറ്റപ്പെടുന്നത്. ജബൽപൂരിൽ വൈദികനെ മാത്രമല്ല അടിയേറ്റത്. ഭാരതത്തിന്റെ മതേതരത്തിന്റെ തിരുമുഖത്താണ്. ക്രൈസ്തവനെ സ്നേഹിക്കുന്നത് ആര് എന്നറിയാൻ ഞങ്ങൾക്ക് അവകാശമുണ്ടെന്നും പാംബ്ലാനി പിതാവ് പറഞ്ഞു. ക്രൈസ്തവർ എപ്പോഴും ന്യായമായ തങ്ങളുടെ അവകാശങ്ങൾക്ക് വേണ്ടിയാണ് സംസാരിക്കുന്നത്. ആ ന്യായമായ അവകാശങ്ങളിലേക്ക് സർക്കാരുകളുടെ ശ്രദ്ധ ക്ഷണിക്കുകയാണ് ഇത്തരത്തിലുള്ള പ്രതിഷേധങ്ങളോട് ലക്ഷ്യം വയ്ക്കുന്നത്. സർക്കാരിന്റെ തരത്തിൽ നിരവധി ഇപ്പൊ ജസ്റ്റിസ് JB കോശി കമ്മീഷൻ റിപ്പോർട്ടുകളായാലും വന്യജീവി ആക്രമണവുമായി ബന്ധപ്പെട്ടായാലും പിതാവടക്കം പലതരത്തിൽ പല പ്രാവശ്യം സർക്കാരിന്റെ മുന്നിൽ ഈ ഒരു ആവശ്യം ഉന്നയിച്ചിട്ടുണ്ടെങ്കിലും സർക്കാർ അതൊരു കണ്ണടയ്ക്കുന്ന രീതിയിലാണ് പോകുന്നത്. അതുകൊണ്ടാണ് കൂടുതൽ ശക്തമായ സമരങ്ങളിലേക്ക് സഭയ്ക്ക് കടന്നു വരേണ്ടി വരുന്നത്. മറ്റൊരു തരത്തിൽ ഇപ്പോൾ ലഹരി അത് നമ്മുടെ സമൂഹത്തെ കാർ നിന്നുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ ഒരു ലഹരി തടയാനായിട്ട് രീതിയിൽ സർക്കാർ സംവിധാനങ്ങളിൽ നിന്നും ഒന്നും തന്നെ ഉണ്ടാവുന്നില്ല. നമ്മുടെ ക്രൈസ്തവ യുവജനങ്ങളെ പോലും പലതരത്തിലും ഈ ഒരു ലഹരിക്കണി അത് യുവജനങ്ങളുടെ ഭാവിയെ തളർത്തുന്നുണ്ട്. ഇന്ന് കത്തോലിക്ക കോൺഗ്രസ് ഈ ഒരു റാലിയിൽ തന്നെ ഈ ഒരു ആവശ്യം സർക്കാരിന്റെ മുന്നിൽ വെക്കുന്നുമുണ്ട്. ലഹരി എന്ന് പറയുന്നത് അതിനെ മതപരമായിട്ട് എന്നുള്ളതിനേക്കാൾ ഉപരി അതൊരു വലിയ സാമൂഹിക പ്രശ്നമായിട്ട് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതിനെ ഏതെങ്കിലും ഒരു മതവുമായി ബന്ധപ്പെടുത്തിയാൽ അതിന്റെ യഥാർത്ഥ ലക്ഷ്യത്തിൽ നിന്ന് നമ്മുടെ ശ്രദ്ധ മാറാനാണ് സാധ്യത. തീർച്ചയായും ലഹരി ഉപയോഗിച്ചുകൊണ്ട് നമ്മുടെ കുഞ്ഞുങ്ങളെ വഴിതെറ്റിക്കുന്ന സാഹചര്യങ്ങൾ നിലവിലുണ്ട്. അത്തരം സാഹചര്യങ്ങളെ ഗൗരവബുദ്ധിയോടെ തന്നെ നാം മനസ്സിലാക്കേണ്ടതുണ്ട്. ഇനിയും രാഷ്ട്രീയമായും സാമൂഹികമായും ക്രൈസ്തവ സമൂഹം ഒരു അവഗണന നേരിട്ടാൽ അത് കത്തോലിക്ക കോൺഗ്രസ് പോലുള്ള സമുദായ സംഘടന നേതൃത്വത്തിൽ ഒരു രാഷ്ട്രീയ തലത്തിൽ ഒരു ശബ്ദമാവാൻ ഒരു രാഷ്ട്രീയ പാർട്ടി തലത്തിലേക്ക് വരുവാനും സാധ്യതയുണ്ടോ? തീർച്ചയായും അവകാശങ്ങൾക്ക് വേണ്ടിയുള്ള ഓരോ ഏറ്റുമുട്ടലുകളും അല്ലെങ്കിൽ ഓരോ സമരങ്ങളും വാസ്തവത്തില് അതിന് രാഷ്ട്രീയ മാനമുണ്ട്. ജനാധിപത്യത്തില് പൗരന്മാർ സംഘടിച്ച് തങ്ങളുടെ അവകാശങ്ങൾക്ക് വേണ്ടി പോരാട്ടം നടത്തുന്നത് അത് തന്നെ ഒരു രാഷ്ട്രീയ പ്രവൃത്തിയാണ്. അതേസമയം മെത്രാൻമാർ വനം വകുപ്പിനെതിരെ സംസാരിച്ചതിനെ തുടർന്ന് മറുപടിയുമായി വനം മന്ത്രി AK ശശീന്ദ്രനും രംഗത്ത് എത്തിയിരുന്നു. ഈ നമ്മുടെ കത്തോലിക്ക സഭ തുടങ്ങിയ എല്ലാ സംഘടനകൾക്കും എല്ലാ സമുദായത്തിനും അവരുടേതായ അവകാശ പ്രഖ്യാപനങ്ങൾ നടത്താനും വിമർശനാത്മകമായി ഗവൺമെൻറ്റിനെ കാണാനുമുള്ള അവകാശമുണ്ട്. ആ അവകാശം അവർ പ്രയോഗിച്ചതിൽ ഒരസഹിഷ്ണുതയും ഒരസ്വാഭാവികതയും ഞാൻ കാണുന്നില്ല. കാരണം അവർ ഞാൻ പലപ്പോഴും വ്യക്തമാക്കിയിട്ടുള്ളതുപോലെ സംഘർഷ മേഖലകളിൽ സമാധാനത്തിൻ്റെ ദൂതന്മാരായി എത്തിപ്പെടേണ്ടവരാണ്. അവരുടെ ഭാഗത്തു നിന്നുണ്ടാകുന്ന പ്രതികരണങ്ങൾ ആ പ്രതീക്ഷയോട് ചേർന്ന് പോകുന്നുണ്ടോ എന്നാണ് അവർ പരിശോധിക്കേണ്ടത്. ഓരോരുത്തരും അവനവൻ വഹിക്കുന്ന പദവികളോട് നീതി പുലർത്തുമ്പോഴാണ് അത് ജനങ്ങളിൽ
വിശ്വാസവും അഭിമാനവും ഉണ്ടാക്കുക. ആ അതിർവരമ്പ് കടക്കാതിരിക്കാനാണ് നമ്മളെല്ലാം ശ്രമിക്കേണ്ടത്. അവരെയൊന്നും ഉപദേശിക്കാൻ മാത്രം ഞാൻ വലിയവനല്ലെങ്കിലും എളിയവൻ്റെ നിർദ്ദേശവും അവർ പരിഗണിക്കുമെന്ന് ഞാൻ വിചാരിക്കുന്നു.